മുസ്ലിമായി എന്നതിന്റെ പേരിൽ മാത്രമല്ല ഇന്ന് മനുഷ്യർ വേട്ടയാടപ്പെടുന്നത്. ആക്രമിക്കപ്പെടുന്ന മുസ്ലിമിന്റെ നേരെ ആരെങ്കിലും അവിടെ നിന്ന് കൈ ചൂണ്ടുന്നുണ്ടെങ്കിൽ, മുസ്ലിമിനെതിരെ ആരെങ്കിലും കൈ ചൂണ്ടുന്നുണ്ടെങ്കിൽ, തോക്ക് ചൂണ്ടുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെ ആ മുസ്ലിമിന്റെ ആക്രമിക്കപ്പെടുന്ന മുസ്ലിമിന്റെ കൂടെ നിൽക്കുന്നത് കൊണ്ടും ഇന്ന് പല ആളുകളും വേട്ടയാടപ്പെടുകയാണ്. നമുക്കറിയാം, ലോകകപ്പ് ഫുട്ബോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോ ആ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ കളിക്കുന്ന ഒരു കളിക്കാരനുണ്ടായിരുന്നു. ഒരു സമയത്ത് ഇവിടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഫലസ്തീനിന്റെ മക്കളെ കൊന്നൊടുക്കുകയാണ്. പെപ്സി എന്ന് പറയുന്ന ആ ഒരു കുടി, ആ ഒരു പാനീയം, അത് മുസ്ലിമിനെ ആക്രമിക്കുന്ന രാജ്യക്കാരന്റെ ആയതുകൊണ്ട് അത് ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞൊരു കളിക്കാരൻ. മാത്രമല്ല, നെതന്യാഹുവിന് ഞാൻ കൈ കൊടുക്കില്ല എന്ന് പറഞ്ഞൊരു കളിക്കാരൻ. മാത്രമല്ല, ഫലസ്തീനിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അവിടുന്ന് ശബ്ദമുയർത്തിയ, തന്റെ മുദ്ര മുഴുവനും ഫലസ്തീനിന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉയർത്തിയ ഒരു കളിക്കാരൻ. ഇന്ന് പോർച്ചുഗലിന്റെ ഒരു കളിക്കാരനായ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യന്റെ ഓരോ ജീവിത ശൈലിയും നമുക്ക് എടുത്തു നോക്കിയാൽ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നന്മയാർന്ന ആളുകൾക്ക്, അടിച്ചമർത്തപ്പെടുന്ന ആളുകൾക്ക് ഒപ്പം നിന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ. പക്ഷേ ആ മനുഷ്യനെ കളിക്കളത്തിൽ പോലും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ലോകകപ്പിന്റെ വേളയിൽ ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആ കാൽപന്ത് കളിയിൽ പോലും ആ മനുഷ്യൻ അടിച്ചമർത്തപ്പെടാൻ ശ്രമിച്ചു എന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. സ്വന്തം ടീമിലുള്ള ആളുകൾ വരെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാസ് പോലും ആ മനുഷ്യന് കൊടുക്കാതെ ആ മനുഷ്യനെ കളിക്കളത്തിൽ ഓടിപ്പിക്കുന്ന ഒരു കുരങ്ങനാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലാക്കണം, നമ്മൾ കാണികൾക്ക് ഇത് മനസ്സിലായി. ഏകദേശം 669 മില്യൺ അദ്ദേഹത്തിന്റെ കോടിക്കണക്കിനാണ് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സ്. അവരെല്ലാവരും പല രൂപത്തിൽ അവിടുന്ന് ഈ ഒരൊറ്റ കാരണം കൊണ്ട്, ആ മനുഷ്യനെ തളർത്തിയത് കൊണ്ട് അവിടെ നിന്ന് ശബ്ദിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് ഉയർത്തി എഴുന്നേറ്റവരൊക്കെ ആ മനുഷ്യന് വേണ്ടി ശബ്ദിച്ചു, പല രൂപത്തിൽ പ്രതിഷേധങ്ങൾ അറിയിച്ചു. അവസാന റഫറി മാറേണ്ടി വന്നു. അവിടെ വലിയ ഒരു പ്രക്ഷോഭം തന്നെ സൃഷ്ടിക്കാനിടയായി. ആ മനുഷ്യന് പിന്നീട് പല പല സംഭവങ്ങളിൽ മാറ്റി നിർത്തപ്പെടാൻ അവിടുന്ന് ചാൻസ് പല ആളുകൾക്ക് ലഭിച്ചെങ്കിലും, പക്ഷേ സത്യത്തിന്റെ കൂടെ നിന്നതുകൊണ്ട് ഒരുപാട് ആളുകൾ ആ മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് ആരാധകർ ആ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ മനുഷ്യൻ ഇന്ന് അദ്ദേഹത്തിന്റെ മുദ്ര തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം, ആ മനുഷ്യൻ നോക്ക് നിങ്ങൾ, പല പല പേരുകളിൽ പല പല കളി ടീമുകളും അതൊക്കെ മുൻകാല കളിക്കാരുടെ കാരണത്താൽ അറിയപ്പെട്ടതാണ്. പക്ഷേ പോർച്ചുഗൽ എന്ന് പറയുന്ന ആ ഒരു ടീം അറിയുന്നത് ഈ ഒരു മനുഷ്യന്റെ ഒറ്റ പേരിലാണ്. പക്ഷെ ഈ മനുഷ്യർ ഇന്ന് സമൂഹത്തിന്റെ മുമ്പിൽ അവഹേളിക്കാനുള്ള കാരണം എന്താണ്? അത് ഒരു സാധാരണ കളിക്കാരനല്ല എന്ന് വരെ അദ്ദേഹത്തിന്റെ കോച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലാക്കണം, അദ്ദേഹത്തിന് വലിയ പവറൊന്നുമില്ല, അദ്ദേഹത്തിന് വലിയ ഇതൊന്നുമില്ല എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം വരെ രാജിവെക്കേണ്ടി വന്നു എന്നാണ് ആ ഒരൊറ്റ കളിയുടെ കാരണം കൊണ്ടറിഞ്ഞത്. നോക്കൂ നിങ്ങൾ, നമുക്കറിയാം ഈ കഴിഞ്ഞ നടന്നുകൊണ്ടിരിക്കുന്ന ലോകകപ്പിന്റെ ചരിത്രം നോക്കൂ. അമേരിക്കയിൽ നടക്കുന്ന ഈ ലോകകപ്പ് ഉമർ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ആഭ്യന്തര കലാപങ്ങളിൽ എരിഞ്ഞു തീരുന്ന സൊമാലിയുടെ തെരുവിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കണ്ട സ്വപ്നം ഒരു റഫറിയാവുക എന്നാണ്. ഈ ചെറുപ്പക്കാരൻ ഉമർ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഫിഫയുടെ അംഗീകാരം ലഭിച്ചിട്ട് അമേരിക്കയിലെത്തിയ ഈ ഒരു ചെറുപ്പക്കാരനെ കുടിയേറ്റത്തിന്റെ നിരോധന നിയമങ്ങൾ പറഞ്ഞിട്ട് ട്രംപ് ഭരണകൂടം അദ്ദേഹത്തെ എയർപോർട്ടിൽ തന്നെ തിരിച്ചയച്ചു തന്റെ നാട്ടിലേക്ക്. മനസ്സിലാക്കണം, അവ കളിക്കളത്തിലെ ഗ്രൗണ്ടിന്റെ ഭാഗത്തേക്ക് പോലും ആ ചെറുപ്പക്കാരന് അവിടെ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. ഇവിടൊക്കെ എന്താണ് മനസ്സിലാക്കുന്നത്? വർഗീയതയോ? അല്ലാതെ എന്താണ് ഇവിടെ? എന്തൊക്കെ വെറികളാണ് എന്റെ പ്രിയമുള്ളവരെ അവിടെ നടക്കുന്നത്? ആ സൊമാലിയുടെ തെരുവിൽ നിന്ന് ഈ ചെറുപ്പക്കാരൻ വരുന്നത് എത്രയോ വലിയ ആഗ്രഹത്തോടെയാണ്. പക്ഷെ അവിടെയും കുടിയേറ്റത്തിന്റെ നിരോധന നിയമങ്ങൾ ആ ചെറുപ്പക്കാരന്റെ ആഗ്രഹത്തെ അവിടെ നിന്ന് തടയിടുകയാണ്. ആ ചെറുപ്പക്കാരൻ തിരിച്ചുപോയി. പക്ഷെ തന്റെ നാട്ടുകാർ ഒരു രാജ്യം വിജയിച്ചിട്ട് തിരിച്ചു വരുമ്പോ, ലോകകപ്പെടുത്തിട്ട് കപ്പെടുത്തിട്ട് ആ ട്രോഫിയുമായി തിരിച്ചു വരുമ്പോ എത്രത്തോളമാണ് ഒരു രാജ്യം തന്റെ ആ ടീമിനെ സ്വീകരിക്കുന്നത്? അതിന്റെ അപ്പുറമാണ് ആ ചെറുപ്പക്കാരനെ തന്റെ രാജ്യം, തന്റെ നാട്, തന്റെ സമൂഹം അവിടെ സ്വീകരിച്ചത്. മനസ്സിലാക്കണം, വിട്ടുകൊടുത്തിട്ടില്ല. ഇങ്ങനൊക്കെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ഈ ഒരു ലോകകപ്പ് ഫുട്ബോൾ മേഖലയിൽ വരെ നടക്കുന്നുണ്ട്.
ഇതൊന്നും തീർന്നിട്ടില്ല. ഇപ്പോഴും വർഗീയമായിട്ടും നിറത്തിന്റെ പേരിലും കുടിയേറ്റത്തിന്റെ പേരിലും മുസ്ലിമായതിന്റെ പേരിലും മതത്തിന്റെ പേരിലൊക്കെ പല രൂപത്തിൽ ഇന്ന് ഇതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എത്രയോ നല്ല കളിക്കാരുണ്ട്. കഴിഞ്ഞ ദിവസം നോക്കൂ നിങ്ങൾ, കറുത്തവനെന്ന് പരിഹസിച്ചൊരു മനുഷ്യൻ, മുഖത്തിന്റെ ഷേപ്പ് നോക്കി കുരങ്ങനെന്ന് വരെ പരിഹസിച്ച ഒരു മനുഷ്യൻ ഫ്രാൻസിന്റെ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് കളിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു രൂപ പോലും ആ മനുഷ്യന് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം പോക്കറ്റിലേക്ക് ഇട്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. കിട്ടുന്ന മാച്ച് ഫീസ് മുഴുവനും 2018 ഗോൾഡ് കപ്പ് അടിച്ച സമയത്ത് 3 കോടിയോളം ബോണസ് ലഭിച്ച പൈസ പോലും അതുപോലും പാവങ്ങൾക്ക്, ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട്, പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചൊരു കളിക്കാരൻ ഉണ്ടായിരുന്നു. അതാണ് കിലിയൻ എംബാപ്പെ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ കളിക്കളത്തിന്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. നല്ല മനുഷ്യരുണ്ട്, അതിനിടയിൽ പാവങ്ങളെ സഹായിക്കുന്ന മനുഷ്യന്മാരുണ്ട്. എന്നാൽ അതിന്റെ പുറമെ തന്നെ ഇങ്ങനെയും ചിന്തിക്കുന്ന ചില ആളുകളുണ്ട്. നിറത്തിന്റെ പേരിൽ കളിക്കളത്തിൽ പോലും അവിടുന്ന് വർഗീയത പറയുന്ന ആളുകൾ, മതത്തിന്റെ പേരിൽ കളിക്കളത്തിൽ പോലും വർഗീയത പറയുന്ന സംഭവങ്ങൾ, നിസാര കാര്യത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കളിക്കളത്തിൽ പോലും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ചിന്തകളുള്ള ആളുകളുണ്ട്. അള്ളാഹു നമ്മെ, നമ്മുടെ ബന്ധപ്പെട്ടവരൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.